പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്നു മുതൽ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഏക മനസ്സോടെ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുകയാണ്. അതായത് വിശ്വാസത്തോടു കൂടി നമ്മൾ ഒരു സമൂഹം, നമുക്കറിയാം നമ്മൾ പല ശരീരങ്ങളാണെങ്കിലും ഒരേ ആത്മാവാണ് നമുക്കുള്ള, ദൈവത്തിന്റെ ആത്മാവ്. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ പ്രാർത്ഥനയിൽ. എന്താണ്? നമ്മുടെ മക്കളുടെ നല്ല ഭാവി, നല്ല വളർച്ച, അവരുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ, അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയോഗത്തില് ഒരുമയോടെ, ഒരേ ആത്മാവോടെ, ഒരേ മനസ്സോടെ നമ്മൾ ഒരുമിച്ച് അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. കാരണം നമുക്കറിയാലോ, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പൈശാചിക ശക്തികള്, തിന്മകള്, മാധ്യമങ്ങള്, ലഹരി, മൊബൈല്, പല പല സിനിമകള്, പൈശാചികമായ ആരാധനകള്, വശീകരണ യന്ത്രങ്ങള്, പ്രലോഭനങ്ങള് ഇത് കടന്നു വരുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം പിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ വേണം. അതുകൊണ്ടാണ് ഒരു സന്ദേശം കിട്ടിയിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 27 മുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ആരംഭിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും അച്ഛൻ പറയാണ്, ഈ ശുശ്രൂഷയെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്നിട്ട് ഇത് അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ നമുക്ക് ആയിരക്കണക്കിന് മക്കളുണ്ട്. ഇനിയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മാതാപിതാക്കള് ഒരുമിച്ച്, കാരണം പിശാചിനെ ആരാധിക്കുന്നവര്, നശിപ്പിക്കാൻ ശ്രമിക്കുന്നവര് ഇതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്നു, സിനിമ ഇറക്കുന്നു, മീഡിയ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച പോരാ. നിങ്ങളുടെ മക്കളെ പോലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും, അവരുടെ മക്കളുടെയും, നമ്മുടെ മക്കളുടെയും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരുമയോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അത് വീണ്ടും അച്ഛൻ പറയാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അറിയോ, ഓരോ ദിവസവും നൂറുകണക്കിന് പേരാ അച്ഛന് മെസ്സേജ് വിടുന്നത്, ഫോൺ വിളിക്കുന്നത്. ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല, അത്രമാത്രം തിരക്കുണ്ട് അച്ഛന്. ധ്യാനങ്ങള്, കൺവെൻഷനുകളൊക്കെ. പ്രിയപ്പെട്ടവരെ, എന്നാ ഞാൻ ഓർക്കാണ്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് അനേക മക്കളുടെ ജീവിതത്തില്. നമ്മുടെ ശുശ്രൂഷയിലൂടെ, ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കർത്താവ് ഉത്തരം തരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ഈശോ പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിരിക്കും. പിന്നെ ഇന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയാണ് പറയാ, ഇതൊരു വിത്ത് വിതയ്ക്കല, കൃഷിക്കാരെ പോലെയാ. പ്രാർത്ഥന ഒരു വിത്ത് വിതയ്ക്കല. വിത്ത് വിതച്ചാൽ അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും വിശ്വസിക്കാം, സന്തോഷിക്കാം, പ്രത്യാശിക്കാം. എന്താണ്? ഞങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ട്, അത് ഫലം പുറപ്പെടുവിക്കും. അതല്ലേ കൃഷിക്കാരൊക്കെ, അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അവർ വിത്ത് വിതച്ചിട്ടുണ്ട്, അവര് ധാന്യം നട്ടിട്ടുണ്ട്, അത് കാത്തിരിക്കാം, അത് ഫലം പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥന ഒരു വിത്ത് വിതയ്ക്കല. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആരും നിരാശപ്പെടണ്ട. ഈശോ പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, ദിവികാനുസരണയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയും, കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയും, മക്കളുടെ നിയോഗങ്ങൾക്കായുള്ള ഓരോ പ്രാർത്ഥനയും ഒരു വിത്ത് വിതയ്ക്കില്ല. ഓരോ ദിവസവും മക്കൾക്ക് വേണ്ടി നമ്മൾ വിത്ത് വിതച്ചുകൊണ്ട് കടന്നു പോകുമ്പോ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അത് ഫലം പുറപ്പെടുവിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആരും നിരാശപ്പെട. ഞാൻ ഓർക്കാം, ഇന്ന് ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് വിട്ടു, സാക്ഷ്യം പോലെ.
എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ കുഞ്ഞ് ജർമ്മൻ പഠിക്കാം. വീട്ടില് 3 മൊഡ്യൂൾ കിട്ടി. അവൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. അത് 5 വട്ടം ശ്രമിച്ചു, കിട്ടിയില്ല. അവളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് അവളെ നിരാശപ്പെടുത്തിയില്ല. അത് അവളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു, തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കണ്ട് ഇവിടെ അമ്മച്ചി പ്രാർത്ഥന കൂടും. അങ്ങനെ ഒരു 2ാം ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ കൂടി അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് കാര്യം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചോളാം. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവള് കൽക്കട്ടയിൽ പോയാണ് പരീക്ഷ എഴുതിയത്. അവള് പറയാണ് 100-ൽ 93 മാർക്ക് നൽകി കർത്താവ് അവളെ അനുഗ്രഹിച്ചു. അവൾ പറയാ 5 വട്ടം എഴുതി, ഒത്തിരി സങ്കടം ഉണ്ടായി, പ്രാർത്ഥിച്ചിട്ടൊക്കെ എഴുതി, പക്ഷെ കിട്ടിയില്ല. എന്നാൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, വീണ്ടും കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് എനിക്ക് ഇതുവരെ ഉണ്ടായ ദുഃഖമൊക്കെ മാറ്റുന്ന രീതിയിൽ എനിക്ക് 93 പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. കണ്ടോ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല. എനിക്ക് ഒരു സാക്ഷ്യം ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അത്ഭുതത്തിന്റെ പേരില്ല, ആ കുഞ്ഞിന്റെ വിശ്വാസദാർഢ്യത, നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ അവൾ അതിൽ സ്ഥിരതയോടെ നിന്ന്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥന ഒരു വിത്ത് വിതയ്ക്കലാണ്, അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാല സന്നദ്ധയില് സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരുമയോടെ, ഒരേ മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ നമ്മുടെ വ്യത്യസ്തങ്ങളായ കരങ്ങൾ ഉയർത്തി, ഹൃദയങ്ങൾ ഉയർത്തി ദൈവസന്നിധിയില് നമ്മൾ പ്രാർത്ഥിക്കാണ്. വീണ്ടും വച്ച പറയാണ്, നിങ്ങള് ഈ ചാനല് അനേക മക്കൾക്ക് ഈ ശുശ്രൂഷ പങ്കുവച്ചോളും. ഈ ശുശ്രൂഷയായിരിക്കുന്ന ഈ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അനേക ആയിരങ്ങൾക്ക്, മിനിമം ഒരു 10 പേർക്കെങ്കിലും നിങ്ങൾ പങ്കുവച്ചു കൊടുക്കുക. ഓരോ ദിവസവും ആർക്കെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പങ്കുവച്ചു കൊടുക്കണം. മാത്രമല്ല, ഇത് പങ്കെടുക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറയാറുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ കൂടിയാൽ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും, അനേക ആയിരങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കുവാൻ ഇടയാക്കും. മക്കൾക്ക് വേണ്ടിയുള്ള സുവിശേഷ ശുശ്രൂഷയായിട്ട് ഇത് മാറി ലോകമെമ്പാടും കത്തിപ്പടരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യാനുസ്ഥാനത്തില് നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ വലിയ ഇടപെടലിന് വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഒരേ മനസ്സോടെ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിനായിട്ട് കർത്താവെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ കാർമൽ മീഡിയയില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ തിരുഹിതമാണ്, അങ്ങയുടെ വലിയ പദ്ധതിയാണ് ഈ കാലഘട്ടത്തില് മക്കൾ നശിപ്പിക്കുന്ന തിന്മകൾക്കെതിരെ, പ്രലോഭനങ്ങൾക്കെതിരെ, പൈശാചിക ശക്തികൾക്കെതിരെ ഒരുമിച്ച് നിന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാൻ അങ്ങാണല്ലോ ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. കർത്താവെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ അമ്മമാരെയും, എല്ലാ അപ്പന്മാരെയും, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങ് പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവേ, ഒത്തിരിയേറെ നിയോഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. വിത്തായിട്ട് വിതയ്ക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ വിത്തുകൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോ കർത്താവേ, പ്രത്യാശയും വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കാരണം ഞങ്ങളുടെ പ്രാർത്ഥന ഉയർത്തപ്പെടുന്നത് സർവാധിപനും സർവശക്തനുമായ അങ്ങയുടെ തിരുമുമ്പിലാണ്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ
വിശ്വസ്തമാണ്. അങ്ങ് പറഞ്ഞത് ചെയ്യും. സംഗീത പുസ്തകം 23-ാം അധ്യായത്തിന്റെ 19-ാം വചനം അങ്ങ് പറഞ്ഞില്ലേ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമ്പോ, പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമ്പോ മനുഷ്യനെ പോലെ അല്ല ദൈവമേ. കർത്താവേ, അവിടുന്ന് വിശ്വസ്തനാണ്, പറഞ്ഞത് ചെയ്യും. അങ്ങ് പറഞ്ഞ വാഗ്ദാനത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരമുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിലേക്ക് ഉയർത്തി, കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി, ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, ഒരേ ലക്ഷ്യത്തോടെ പല കരങ്ങളായിരിക്കുന്ന നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ, അപ്പന്മാരുടെ, പ്രാർത്ഥിക്കുന്ന മക്കളുടെ കരങ്ങളിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ആ വിത്ത് ഫലം പുറപ്പെടുവിക്കട്ടെ. നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തിന്മകൾ വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ കൃപയാൽ, ശക്തിയാൽ, ജീവന സമൃദ്ധിയാൽ എല്ലാ മക്കളും നിറയപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ നിയോഗങ്ങളുടെ മേൽ കർത്താവേ ശക്തി പ്രകടമാക്കണമേ, ഇടപെടണമേ, ഫലം പുറപ്പെടുവിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിക്കും. എന്റെ മക്കളെ, ഈ ദിവ്യഗാനത്തിന് മുമ്പില് നീ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും ഫലം പുറപ്പെടുവിക്കാതെ പോകില്ല എന്ന വിശ്വാസത്തിന്റെ ഉറപ്പില് വിത്ത് വിതച്ചാൽ കാത്തിരിക്കാൻ പ്രതീക്ഷയോടെ, അവിശ്വാസത്തോടെ കർത്താവിന് മുമ്പില് അങ്ങോട്ട് സമർപ്പിച്ച മക്കളെ, വിത്ത് വിതയ്ക്കുന്ന കർഷകൻ ചെളിയിലേക്ക്, മണ്ണിലേക്ക് വിത്തിടുക. പിന്നെ അത് വളർന്നോളും, അത് പൊട്ടിമുളച്ചോളും, അത് ഫലം പുറപ്പെടുവിച്ചോളും. അതുപോലെ കർത്താവേ, അങ്ങയുടെ മുമ്പില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഓരോ നിയോഗങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കറിയാം അങ്ങയിലാണ് സമർപ്പിക്കുന്നത്, ചെളിയിലല്ല, മണ്ണിലല്ല, എവിടെയുമല്ല, ലോകത്തിലല്ല, രാഷ്ട്രീയ പാർട്ടിയിലല്ല, ഒരു രാജ്യത്തല്ല, വേറെ എവിടെയുമല്ല, അങ്ങയുടെ മുമ്പിലാണ്. കർത്താവേ, വിശ്വാസത്തോടെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കപ്പെടുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കാണത്തക്ക വിധം ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ മക്കളുടെ നിയോഗങ്ങൾ, പഠന മേഖല, ജോലി മേഖല, രോഗാവസ്ഥകൾ, സാമ്പത്തിക തകർച്ചകൾ, നേരിടുന്ന പ്രശ്നങ്ങൾ, ദുശീലങ്ങൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ലഹരിയുടെ മേഖലകൾ, യേശുവേ, എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഇടപെടണമേ. സാത്താൻ നശിപ്പിക്കാനോ തകർക്കാനോ പറ്റാത്ത വിധം അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ സംരക്ഷണത്തില് കാത്തു പരിപാലിക്കണമേ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ വിത്ത് കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമയോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മക്കളുടെ മേൽ വരങ്ങൾ ചൊരിഞ്ഞ് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന ആകുന്ന വിത്ത് ഫലം പുറപ്പെടുവിച്ച് കാണാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.